നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാവിലെ ആരംഭിക്കുന്നത് ട്രംപുമായി ബന്ധപ്പെട്ട വാർത്തകളിലാണ്. ഇന്നും ട്രംപ് തന്നെയാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലെ മുഖ്യ കഥാപാത്രം എന്നുള്ളതാണ്. ഇന്നലെ ട്രംപിന് പക്ഷേ വലിയ തിരിച്ചടി അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. നമുക്കറിയാം, ലോകരാജ്യങ്ങൾക്കെല്ലാം ട്രംപ് ചുമത്തിയ അധിക തീരുവ ഇന്ത്യ അടക്കം അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചതാണ്. ട്രംപിന് വൈരാഗ്യമുള്ള അല്ലെങ്കിൽ ട്രംപിനോട് അനുസരിക്കാത്ത എല്ലാ രാജ്യങ്ങളെയും ട്രംപ് ഈ തീരുവ യുദ്ധം കാണിച്ചാണ് കുടുക്കിയിരുന്നത്. വലിയ തിരിച്ചടി ട്രംപിന് സംഭവിച്ചിരിക്കുന്നു. ട്രംപിൻ്റെ തീരുവ ഏർപ്പെടുത്താൻ ട്രംപിന് അവകാശമില്ല എന്നാണ് പരമോന്നത കോടതിയുടെ അമേരിക്കയിലെ പരമോന്നത കോടതിയുടെ വിധി. 10 ജഡ്ജിമാരിൽ 6 പേർ ഇതുമായി ബന്ധപ്പെട്ട് യോജിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണത്. പക്ഷേ ട്രംപ് ജഡ്ജിമാർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ജഡ്ജിമാർ രാജ്യദ്രോഹികളാണ്, രാജ്യത്തോട് സ്നേഹമില്ലാത്തവരാണ് എന്നുമൊക്കെ മറ്റും പറയുകയാണ്. പക്ഷേ നിയമപരമായ പോരാട്ടങ്ങളിൽ ട്രംപിന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ഒപ്പം കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ സിസ്റ്റം ഫെയിലുവർ അത് വലിയ തോതിൽ സംഭവിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വിവരം കൂടി പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് രാവിലെ ഉൾപ്പെടുത്തും. ആദ്യം തലക്കെട്ട്. പകരത്തീരുവ റദ്ദാക്കിയ സുപ്രീം കോടതി വിധി തള്ളി അമേരിക്കൻ പ്രസിഡന്റ്. വിധിക്ക് പിന്നാലെ വീണ്ടും അധിക തീരുവ ചുമത്തി ട്രംപ്. 5 മാസത്തേക്ക് ആഗോളതലത്തിൽ 10% അധിക തീരുവ. ജഡ്ജിമാർക്കെതിരെ അതിരൂക്ഷ വിമർശനം. ബദൽ നിയമങ്ങൾ കൊണ്ടുവരുമെന്നും പ്രഖ്യാപനം. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ കേസെടുത്ത് പോലീസ്. വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബിക 1-ാം പ്രതി. ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ഷാഹിദ ഉൾപ്പെടെയുള്ളവർ നിലവിൽ പ്രതികളല്ല. വയറ്റിലെ കത്രിക നീക്കം ചെയ്യാൻ ഉഷയ്ക്ക് ഇന്ന് ശസ്ത്രക്രിയ. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ പണിമുടക്കുന്നു. ഏറ്റവും കുറഞ്ഞ വേതനം 40,000 രൂപയാക്കി ഉയർത്തണമെന്ന ആവശ്യം. സൂചനാ പണിമുടക്ക് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നേതൃത്വത്തിൽ. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ പണിമുടക്കും തുടരുന്നു. സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇടം നേടിയത് 2.69 കോടി വോട്ടർമാർ. വെബ്സൈറ്റിൽ നിന്ന് ബൂത്ത് അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക പരിശോധിക്കാം. പരാതി ഉള്ളവർക്ക് അപ്പീൽ നൽകാം. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. ഘടകകക്ഷികളുമായുള്ള സീറ്റ് ചർച്ചയിലെ നിലപാടുകൾ തീരുമാനിക്കും. സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ആരൊക്കെ മത്സരിക്കണം, ടേം വ്യവസ്ഥയിലെ ഇളവ് എന്നതിലും ഇന്ന് തീരുമാനമുണ്ടാകും. ലോറി അപകടമുണ്ടായ ആദവനാട് ക്വാറിയിൽ ഇന്ന് പോലീസിന്റെയും RTOയുടെയും പരിശോധന. അപകടത്തിൽ മരിച്ച മുസ്തഫയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. മൃതദേഹം ക്യാബിനുള്ളിൽ കണ്ടത് 7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ. T20 ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടങ്ങൾക്ക് തുടക്കം. ഇന്ന് പാകിസ്ഥാൻ ന്യൂസിലൻഡിനെ നേരിടും. ഇന്ത്യയുടെ ആദ്യ പോരാട്ടം നാളെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ. വിവിധ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ പകരച്ചുങ്കം റദ്ദാക്കിയ US സുപ്രീം കോടതി വിധി തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 5 മാസത്തേക്ക് ആഗോളതലത്തിൽ 10% പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയാണ്. 1974 വ്യാപാര നിയമപ്രകാരമാണ് ഉത്തരവ്. സുപ്രീം കോടതി വിധി നിരാശാജനകമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ജഡ്ജിമാർക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു. അതായത് ജഡ്ജിമാർ രാജ്യദ്രോഹികളാണ്, രാജ്യത്തോട് സ്നേഹമില്ലാത്തവരാണ്, തനിക്ക് പരമാധികാരമുണ്ട് എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ അവിടെ വലിയ യുദ്ധം ജുഡീഷ്യറിയുമായി ട്രംപ് പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട്. അനിത് സാധാരണമായ വിഷയങ്ങളിലൂടെയാണ് അമേരിക്ക കടന്നു പോകുന്നത്. ജനങ്ങൾക്ക് ആരോടാണ് ആഭിമുഖ്യം എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു നേതാവ് കൂടിയാണ് ട്രംപ്. ആ ട്രംപാണ് ഇപ്പോൾ ജുഡീഷ്യറിയോട് വീണ്ടും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകരാജ്യങ്ങളോട് താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ട്രംപിന് വലിയ തോതിലുള്ള വെല്ലുവിളികൾ അവിടെ ഉയരുന്നു എന്നുള്ളതാണ്. വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇന്നലെയാണ് സുപ്രീം കോടതിയുടെ അവിടുത്തെ പരമോന്നത കോടതിയുടെ വിധി വരികയും ട്രംപിന് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തതും മറ്റും. ഇപ്പോൾ അതിനെ ഗൗനിക്കുന്നില്ല ഒട്ടും. തൻ്റെ സ്ഥിരം സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഒരാളെയും ഗൗനിക്കാതെ തൻ്റെതായ തീരുമാനങ്ങളിൽ മുന്നോട്ട് പോകുന്ന ഒരു നേതാവ്. പക്ഷേ മറ്റുള്ളവരെ ഗൗനിക്കാത്തതുപോലെ അവിടുത്തെ സുപ്രീം കോടതിയെ കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. നിയമപരമായ സംവിധാനങ്ങളിൽ ജനാധിപത്യപരമായ ഉള്ള രാജ്യത്ത് ഇങ്ങനെ ട്രംപ് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും?
രഞ്ജിത്ത്, തീരുവ ഭീകരത കൊണ്ട് ലോകത്തെ ആകമാനം ഭയപ്പെടുത്തിയ ട്രംപിന് കനത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം US സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം, ഇത്തരം തീരുമാനമെടുക്കുമ്പോൾ ഈ തീരുവ വർധന പോലുള്ള അധിക ചുങ്കം പോലുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ US കോൺഗ്രസിൻ്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ട്. അത്തരത്തിലൊരു നടപടി പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമാണ്. മാത്രമല്ല, രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നു എന്നൊരു കാര്യം കൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിൽ 12 അമേരിക്കൻ സ്റ്റേറ്റുകളും അതോടൊപ്പം തന്നെ അവിടുത്തെ ചെറുകിട ബിസിനസ്സുകാരും ഉൾപ്പെടെ അതിൽ ഒരു കൂട്ടം ആളുകളുമാണ് ഈ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. അവർ ഈ ഹർജികളിൽ ചൂണ്ടിക്കാട്ടിയത് ഇത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. അതോടൊപ്പം തന്നെ ഗുണനിലവാരമുള്ള വസ്തുക്കൾ എത്തിക്കൊണ്ടിരുന്നത് ഈ തീരുവ കാരണം അങ്ങനെ രാജ്യത്തേക്ക് എത്താതാകുന്നു. അമേരിക്കയുടെ ക്രമാനുഗതമായ വളർച്ച, പ്രത്യേകിച്ച് ജനങ്ങളുടെ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്, ഫുൾഫിൽ ചെയ്യുന്നതിന് അനുഗുണമായ തരത്തിലല്ല ഈ തീരുവ വർധന എന്നതാണ് പ്രധാനമായും ചെറുകിട ബിസിനസ്സുകാർ ചൂണ്ടിക്കാട്ടിയത്. ഈ തീരുവ, ഇരട്ട ചുങ്കം അതുപോലുള്ള ഏറ്റവും കടുത്ത നടപടികളിലേക്ക് അമേരിക്ക പോയപ്പോൾ തന്നെ അവിടെ നിന്നുള്ള സാമ്പത്തിക വിദഗ്ധരിൽ ഒരു വിഭാഗം ശക്തമായി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം തന്നെയാണിത്. അതായത് അവിടുത്തെ ഒരു മിഡിൽ ക്ലാസ്സിനെ ബാധിക്കുന്ന തരത്തിലേക്ക്, അവിടുത്തെ ചെറുകിട വ്യവസായികളെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ നടപടി മാറും എന്നത് അമേരിക്കയിൽ തന്നെ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്. അതെല്ലാം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ US സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. 9 ജഡ്ജിമാരിൽ 6 പേർ ഈ അധിക ചുങ്കത്തെ തള്ളിക്കൊണ്ടുള്ള വിധിയിൽ ഒപ്പുവെച്ചിരിക്കുന്നു. അവിടെയാണ് ട്രംപിന് ഹാലാകുന്നത്. നമുക്കറിയാം രഞ്ജിത്ത്, ഇപ്പോഴത്തെ ഒരു സാഹചര്യമുണ്ട്. ഇറാനുമായുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഏത് സമയവും ഇറാനെ അമേരിക്ക ആക്രമിക്കും. അങ്ങനെ ഒരു യുദ്ധമുഖത്തേക്ക് അമേരിക്ക നീങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു വിധി അവർക്ക് തന്നെ തിരിച്ചടിയായി വരുന്നത്. അതും രാജ്യത്തിനകത്തെ ഒരു നിയമ സംവിധാനം. ഇപ്പോൾ ട്രംപും നീതിന്യായ വ്യവസ്ഥയും തമ്മിൽ ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് പോകുന്നു. നമുക്ക് മറ്റൊരു കാര്യം ഇവിടെ സുപ്രധാനമായി പരിശോധിക്കേണ്ടത്, ഇനി ഇന്ത്യയുമായുള്ള കാര്യത്തിൽ എങ്ങനെയായിരിക്കും നടപടികൾ മുന്നോട്ട് പോവുക എന്നതാണ്. നേരത്തെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തതിൻ്റെ പേരിലാണ് ഇന്ത്യക്ക് അധിക ചുങ്കം ട്രംപ് ഏർപ്പെടുത്തിയത്. 50% വരെ തീരുവ എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങളെത്തിയത്. പിന്നീട് അത് 18% ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയിൽ ധാരണയായിരുന്നു. ഏപ്രിലോടുകൂടി മാത്രമേ അത് പ്രാബല്യത്തിൽ വരികയുള്ളൂ. എങ്കിൽ തന്നെയും ഇത് ഇന്ത്യ, ബ്രസീൽ, കാനഡ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ ചുങ്കം നേരത്തെ തന്നെ ട്രംപ് ചുമത്തിയിരുന്നൊരു സാഹചര്യമുണ്ട്. 50% വരെയൊക്കെയാണ് ബ്രസീലിനും ഈ തരത്തിൽ നികുതി ഏർപ്പെടുത്തിയിരുന്നത്. അതോടുകൂടി സുഗന്ധവ്യഞ്ജനങ്ങളടക്കം മത്സ്യവിഭവങ്ങളടക്കം അമേരിക്കയിലേക്ക് കയറ്റിവിടുന്നതിന് ഇന്ത്യക്കും മറ്റ് രാജ്യങ്ങൾക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായി. തുണിത്തരങ്ങളുടെ കാര്യത്തിലാകട്ടെ ഈ ബംഗ്ലാദേശിൽ നിന്ന് കൂടുതൽ കയറ്റുമതിക്കുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. കാരണം ഇന്ത്യക്ക് അധിക തീരുവ വന്നതോടുകൂടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് 18% എന്നതിലേക്ക് ചർച്ചകൾ എത്തിയിരിക്കുന്നു. 2 ദിവസം കൂടി കഴിയുമ്പോൾ 24-ന് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഈ കരാറുമായി, പുതിയ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് US പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആ യാത്ര ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അടുത്ത മാസം ആദ്യത്തോടുകൂടി അമേരിക്കയിൽ നിന്നുള്ള പ്രതിനിധി സംഘവും ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഏപ്രിലിൽ ഈ കരാർ പ്രാബല്യത്തിൽ വരിക. 18% എന്നത് ഈ കോടതി വിധി വരുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് 18% നികുതി എന്നതിൽ ധാരണയായിരുന്നു. പക്ഷേ മറ്റ് ചില കാര്യങ്ങളിൽ ഇന്ത്യക്ക് ഈ ഒരു കോടതി വിധി കൊണ്ട് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ചില തടസ്സങ്ങൾ മാറിക്കിട്ടുമോ എന്നതാണ് ഇപ്പോൾ ഇന്ത്യ പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിലാണ്. അത് വെനസ്വേലൻ എണ്ണ വാങ്ങണം എന്ന ഒരു നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നു. അത് ഇന്ത്യ അംഗീകരിക്കുകയും ചെയ്തു. റഷ്യയിൽ നിന്നുള്ള ഇന്ധനത്തിൻ്റെ വാങ്ങൽ അത് കുറച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇന്ത്യയിലെ പെട്രോളിയം കമ്പനികൾ അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. തീർച്ചയായും അത് ഇപ്പോൾ ട്രംപിന് വലിയ തിരിച്ചടി സംഭവിക്കുന്നു. ജുഡീഷ്യറിയുമായി വലിയ പോരാട്ടത്തിലേക്ക് ട്രംപ് പോകുന്ന പശ്ചാത്തലമാണ്. നമുക്കിതിൻ്റെ നാൾ വഴികളിലേക്കൊന്ന് പോയാൽ ഏപ്രിൽ 2, 2025 ട്രംപ് US എല്ലാ ഇറക്കുമതികൾക്കും 10% പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നത്. ഇതിന് പുറമെ ചൈനയ്ക്ക് 34%, യൂറോപ്യൻ യൂണിയൻ 20%, ഇന്ത്യക്ക് 27%, ജപ്പാൻ 24%, ദക്ഷിണ കൊറിയയ്ക്ക് 26%, വിയറ്റ്നാമിന് 46%. അങ്ങനെ 60 രാജ്യങ്ങൾക്കാണ് അധിക ചുങ്കം നിരക്കുകൾ ചുമത്തുന്നത്. ഏപ്രിൽ 5 മുതലും ഉയർന്ന തീരുവകൾ ഏപ്രിൽ 9 മുതലും പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് ഏപ്രിൽ 2-ന് പ്രഖ്യാപിക്കുന്ന ഒരു അസാധാരണമായ സാഹചര്യം സംഭവിക്കുകയാണ്. അങ്ങനെ പല തോതിലുള്ള ചൈന US ഉൽപ്പന്നങ്ങൾക്കുള്ള പകരച്ചുങ്കം 84% അതേ ദിവസം തന്നെ. അങ്ങനെ വലിയൊരു വ്യാപാര യുദ്ധത്തിലേക്ക് ട്രംപ് പോവുകയാണ്. ഉടനെ ട്രംപ് 125% ചൈനയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾക്ക്. അങ്ങനെ
അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ ഓരോ രാജ്യങ്ങളുമായി വലിയ യുദ്ധത്തിലേക്ക് ട്രംപ് പോകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. പ്രധാനമായും ചൈനയോടും ഇന്ത്യയോടും മറ്റുമായിരുന്നു ട്രംപിൻ്റെ പോര് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം യൂറോപ്യൻ യൂണിയനുമായി ചർച്ചകൾ എങ്ങും എത്തിയില്ല. വ്യാപാര ചർച്ചകൾ എങ്ങും എത്തിയില്ലെങ്കിൽ 50% പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്ന ഭീഷണി മുഴക്കുന്ന പശ്ചാത്തലം ഒക്കെ ഉണ്ടായി. അങ്ങനെ വലിയ തോതിലുള്ള യുദ്ധത്തിലേക്ക്, വ്യാപാര യുദ്ധത്തിലേക്ക് ട്രംപ് പല രാജ്യങ്ങളുമായും പോകുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നാട്ടിനുള്ളിൽ നിന്ന് തന്നെ, അമേരിക്കയുള്ളിൽ നിന്ന് തന്നെ വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നത് എന്നത് പ്രധാനമാണ്. ഇത് വിനോദ്, ഈ വാദങ്ങൾ കോടതിക്ക് മുന്നിലെത്തിയപ്പോൾ നമുക്കറിയാം ഇതിന് മുൻപുള്ള ഭരണകൂടങ്ങളൊക്കെ ലോകരാജ്യങ്ങളുമായി രമ്യതയിൽ പോകാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള തരത്തിലായിരുന്നു മുന്നോട്ട് പോയത് നേരത്തെയുള്ള ഭരണകൂടങ്ങൾ. ഇവിടെ അമേരിക്കയ്ക്ക് വരുമാനം കൂടും, തങ്ങളുടെ GDP-യുമായി ബന്ധപ്പെട്ട വലിയ വ്യത്യാസമുണ്ടാകും എന്നൊക്കെയുള്ള രീതിയിലായിരുന്നല്ലോ കാര്യങ്ങൾ ട്രംപ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതൊക്കെയായിരുന്നല്ലോ ട്രംപിൻ്റെ ന്യായവാദങ്ങൾ. ഒപ്പം അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങൾക്കും പല രാജ്യങ്ങളും, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ ചുങ്കം ചുമത്തുന്നു എന്നതും മറ്റുമായിരുന്നു വാദം. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല. കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നത് പ്രസിഡന്റിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അധികാരമുണ്ടോ എന്നുള്ളതാണ്. അതില്ല എന്ന അസന്നിഗ്ധമായി കോടതി ചൂണ്ടിക്കാണിക്കുന്ന പശ്ചാത്തലമാണ്. വീണ്ടും 1977 മറ്റൊരു നിയമമെടുത്ത് ട്രംപ് വീണ്ടും കളിക്കുകയാണ്. സ്വാഭാവികമായും കൂടുതൽ നിയമയുദ്ധത്തിലേക്ക് ഇത് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഭരണഘടനാപരമായ ഒരു പ്രതിസന്ധിയിലേക്ക് മറ്റും ആ രാജ്യം പോകുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. രഞ്ജിത്ത്, നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 150 ദിവസത്തേക്കാണ് 10% അധിക ചുങ്കം എന്നത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ഈ വിധി വന്നതിന് തൊട്ട് പിന്നാലെയാണ് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ 10% അധിക ചുങ്കം അത് എല്ലാ രാജ്യങ്ങൾക്ക് മേലും ചുമത്തിക്കൊണ്ടുള്ള ട്രംപിൻ്റെ നടപടി. അതായത് ഈ വിധി അംഗീകരിക്കുന്നില്ല. മാത്രമല്ല ട്രംപിൻ്റെ പരാമർശങ്ങൾ തന്നെ വളരെ ശ്രദ്ധേയമാണ്. രാജ്യസ്നേഹമില്ലാത്തവരാണ് ഈ വിധി പറഞ്ഞവർ, ഭരണഘടനയോട് കൂറില്ലാത്തവരാണ്, താനാണ് ഈ രാജ്യത്തെ പരമാധികാരി എന്ന തരത്തിൽ അമിത ദേശീയവാദം ഉയർത്തിക്കൊണ്ടുള്ള ട്രംപിൻ്റെ പ്രസ്താവന ഈ വിധിക്ക് പിന്നാലെ ഉണ്ടായി എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ഈ കോടതി നിരീക്ഷണത്തിൽ ഏറ്റവും പ്രധാനമായുള്ളത് നേരത്തെ തന്നെ അവിടെ അമേരിക്കയിലുള്ള ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചത് ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ അധിക ചുങ്കം പോകും എന്നത് തന്നെയാണ്. സ്വാഭാവികമാണ്. അത് ഈ കാലങ്ങളായി ഒരേ രീതിയിൽ വാണിജ്യപരമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് തിരിച്ചടിയാകും. മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾ അവരുടെ കൈകളിലേക്ക് എത്താതാകും. അത് വാങ്ങി ഉപയോഗിച്ചിരുന്ന ആളുകളിലേക്ക് അത് എത്താതാകും. അതൊക്കെ തന്നെ അവരുടെ ജീവിത നിലവാരത്തെ ബാധിക്കുമെന്ന വിലയിരുത്തൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ തന്നെ ശരിവെച്ചുകൊണ്ടാണ് കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മൾ വീണ്ടും പറയുന്നു, ഇന്ത്യയെ സംബന്ധിച്ച് ഈ 18% എന്നത് നേരത്തെ തന്നെ ധാരണയായി കഴിഞ്ഞു. അത് വെനസ്വേലൻ എണ്ണ കൂടുതലായി വാങ്ങാമെന്ന ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നീക്കമുണ്ടാകുന്നത്. രഞ്ജിത്തും മാത്രമല്ല, ഇന്ത്യയും ചില ബദൽ വഴികൾ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അമേരിക്ക ഈ അമിത ചുങ്കമായി പോയപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യ ഒരു കൂടുതൽ വാണിജ്യ കരാറുകളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ബ്രിട്ടനുമായി ആ തരത്തിൽ 0% നികുതിയിൽ എന്ന തരത്തിൽ ഏറ്റവും വിപ്ലവകരമായ ഒരു നീക്കം തന്നെ നടത്തി. റഫാൽ വിമാനങ്ങളുടെ കാര്യത്തിൽ പ്രതിരോധ മേഖലയിൽ അടക്കം ഫ്രാൻസുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിലേക്ക് ഇന്ത്യ പോകുന്ന നില, അതായത് അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് വാണിജ്യം വർദ്ധിപ്പിക്കുന്ന, ആ തരത്തിൽ അത് വികസിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ വിധി വരുമ്പോൾ ഇന്ത്യ ഉറ്റുനോക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ട്രംപ് ഏർപ്പെടുത്തിയ ഒരു നിരോധന നിർദ്ദേശമുണ്ട്. അത് മറികടക്കാൻ കഴിയുമോ എന്നതാണ്. കാരണം ഈ നികുതി അമിതമായി നികുതി ചുമത്തിയത് ശരിയല്ല, അത് രാജ്യതാൽപര്യത്തിനെതിരാണെന്ന് അമേരിക്കയുടെ സുപ്രീം കോടതി പറയുമ്പോൾ അതിൻ്റെ ഗുണം ലഭിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഇത്ര 140 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് സ്വാഭാവികമായും ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ ഇന്ധനം ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇന്ധനം ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ഇവിടുത്തെ റിഫൈനറീസിൻ്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അത് പ്യൂരിഫൈ ചെയ്യുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ കുറേ മാറ്റം വരുത്തേണ്ടി വരും. അതൊക്കെ തന്നെ ഭാരിച്ച സാമ്പത്തിക ചിലവിലേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇന്ത്യൻ എണ്ണ കമ്പനികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ തീർച്ചയായും, അതായത് ഇതുവരെ 60ഓളം രാജ്യങ്ങൾക്കാണ് ട്രംപ് പകരച്ചുങ്കം ഏർപ്പെടുത്തിയത്. ഇതുവരെ US ട്രഷറിയിലേക്ക് $17,500 കോടി US ഈ ചുങ്കമായി പല രാജ്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. അത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഗതാഗത വകുപ്പിനും നീതിന്യായ വകുപ്പിനും ബജറ്റിൽ വകയിരുത്തിയ ആകെ തുകയേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. $17,500 കോടി ഇതിനകം ഈ പകരച്ചുങ്കത്തിലൂടെ അമേരിക്കൻ ട്രഷറിയിലേക്ക് വന്നത്. $3 ലക്ഷം കോടി 10 വർഷം കൊണ്ട്
അമേരിക്കയുടെ ഖജനാവിലേക്ക് വരും എന്നാണ് ഈ പകരച്ചുങ്കം ഏർപ്പെടുത്തുമ്പോൾ ട്രംപിൻ്റെ അവകാശവാദം. പക്ഷേ ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വിനോദ്. അതായത് ഇതുവരെ വാങ്ങിയ ഈ തുകയുണ്ടല്ലോ, പല രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയ തുക ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യങ്ങൾ മടക്കി ചോദിച്ചേക്കാം. ഈ തുക ഒരുപക്ഷെ അമേരിക്കയ്ക്ക് മടക്കി നൽകേണ്ടി വന്നേക്കാം എന്നുള്ള വിവരം കൂടിയുണ്ട്. അതായത് അത്തരമൊരു പ്രതിസന്ധിയിലേക്ക് പോലും അമേരിക്ക പോകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതിനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട ഏജൻസികൾ, സാമ്പത്തിക ഏജൻസികൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് സുപ്രീം കോടതി പോലെ ഒരു പരമോന്നത കോടതിയുടെ വിധി വരുമ്പോൾ അത് മടക്കി നൽകാനുള്ള ബാധ്യതയും അമേരിക്കയ്ക്ക് വരികയാണ്. രഞ്ജിത്ത്, ഇതിൻ്റെ ആദ്യ ഭാഗം നമുക്ക് പരിശോധിക്കാം. കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കാലങ്ങളായി അമേരിക്കയുമായി വാണിജ്യ കരാറിൽ ഏർപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ കയറ്റുമതി നടന്നിരുന്നു. പക്ഷേ പെട്ടെന്ന് ട്രംപ് ഇരട്ട തീരുവ ചുമത്തുന്നതോടുകൂടി, അല്ലെങ്കിൽ അമിതമായി തീരുവ ചുമത്തുന്നതോടുകൂടി ആ വാണിജ്യ ബന്ധം പരിപൂർണമായി നിർത്താൻ കഴിയുന്നൊരു സാഹചര്യത്തിലേക്കല്ല, മറിച്ച് കാരണം അവിടെയാണ് വിപണി ഉള്ളത്. അതുകൊണ്ട് ഈ കയറ്റുമതി അതേപടി തുടരേണ്ടി വരും. മറ്റ് വിപണികൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക്, ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനും കാനഡയ്ക്കും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മറ്റിടങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആഭ്യന്തര വിപണിയിൽ ഇത്തരം സാധനങ്ങൾ കൂടുതൽ എത്തിക്കുകയും ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തേണ്ടതുമുണ്ട്. അതിനൊരു സമയമെടുക്കും. ട്രംപ് കണക്ക് കൂട്ടുന്നത് പോലെ ക്രമാനുഗതമായി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇരട്ട നികുതിയിലൂടെ അല്ലെങ്കിൽ അമിത ചുങ്കത്തിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുക അമേരിക്കയ്ക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ലഭിക്കില്ല എന്ന് തന്നെയാണ് അമേരിക്കയിലെ തന്നെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതായത് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഈ കയറ്റുമതി തടസ്സപ്പെടാതിരിക്കാൻ മറ്റ് രാജ്യങ്ങൾ അമിത ചുങ്കം അംഗീകരിക്കുകയും ആ തുക നൽകുകയും ചെയ്യും. പക്ഷേ ക്രമാനുഗതമായി അമേരിക്കയിലേക്ക് ഈ പണം എത്താതാകും. അങ്ങനെ ഈ ഭീകരമായ തുക നികുതിയായി നേടാമെന്ന ട്രംപിൻ്റെ ആഗ്രഹം നടപ്പാകാൻ പോകുന്നില്ല എന്ന് തന്നെ പറയുന്നു. ഒപ്പം തന്നെ അവിടെയുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രഞ്ജിത്ത്. നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് ഇതിലെ ഹർജിക്കാർ ആര് എന്നതാണ്. അവിടുത്തെ ഇടത്തരം സംരംഭകരാണ്, ബിസിനസ്സുകാരാണ്. അവരെ സംബന്ധിച്ച് മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ജനവിഭാഗത്തിന് സാധനങ്ങൾ എത്തിക്കുക, പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിലെ ഏറ്റവും പ്രീമിയം പ്രോഡക്റ്റുകൾ വാങ്ങാൻ കഴിയാത്ത, അല്ലെങ്കിൽ അങ്ങനെ സ്ഥിരമായി ഉപയോഗിക്കാത്ത വലിയൊരു ജനവിഭാഗമുണ്ട്. കുടിയേറ്റ ജനതയുണ്ട്. ഇന്ത്യൻ ജനത തന്നെ വലിയൊരു ശതമാനമുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ ആൾക്കാരുണ്ട്. അവർ ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ ഒഴുക്ക് നിലയ്ക്കുന്നതോടുകൂടി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തകരുന്ന നിലയുണ്ടാകും. ഈ ഒരു അപകടം US സുപ്രീം കോടതി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബഹുഭൂരിപക്ഷം ജഡ്ജിമാരും ട്രംപിൻ്റെ ഈ തലതിരിഞ്ഞ പരിഷ്കാരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയെ സംബന്ധിച്ച് മറ്റൊരു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ഇറാനെ ഏത് നിമിഷവും ആക്രമിക്കും. ഒരുപക്ഷെ ഒരു ഗൾഫ് രാജ്യമായി മാത്രം ഈ യുദ്ധം നേരിടുന്ന സ്ഥിതിയായിരിക്കില്ല. മിഡിൽ ഈസ്റ്റ് ഒന്നാകെ, അല്ലെങ്കിൽ വലിയൊരു തോതിലുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി നേരിട്ടോ അല്ലാതെയോ പങ്കെടുക്കുന്നൊരു നിലയുണ്ടാകും. അമേരിക്കൻ പടക്കപ്പലുകൾ, എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള പടക്കപ്പലുകൾ മുക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് ഇറാൻ പറയുന്നു. മാത്രമല്ല, ഇറാനോട് കൈകോർക്കുന്നത് റഷ്യയാണ്. റഷ്യയും ഇറാനുമായുള്ള സംയുക്ത സൈനിക അഭ്യാസം ഹോർമുസ് കടലിടുക്കിൽ നടന്നു കഴിഞ്ഞു. ഇറാൻ്റെ തീരത്ത് അമേരിക്കയും സൈനികാഭ്യാസം നടത്തുന്നുണ്ട്. അങ്ങനെ ലോകം ആകാം, അല്ലെങ്കിൽ ആശങ്കയോടെ കാണുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് മിഡിൽ ഈസ്റ്റിൽ. ഏതായാലും ട്രംപിന് വലിയ തിരിച്ചടി. ലോക നേതാവെന്ന് ഭാവിച്ച അമേരിക്കയിലെ അവസാന വാക്ക് തനിക്ക് എന്ന് പറഞ്ഞ് എല്ലാ ഹുങ്കും കാണിച്ച ട്രംപ് ഇതാ ഇപ്പോൾ വീണതല്ലോ കിടക്കുന്നു എന്ന രീതിയിൽ ചുങ്കവുമായി ബന്ധപ്പെട്ട് തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന പശ്ചാത്തലമാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ കേസെടുത്ത് പോലീസ്. വകുപ്പ് മേധാവി ഡോക്ടർ ലളിതാംബികയെ പ്രതിയേർത്തു. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ ഉൾപ്പെടെയുള്ളവർ നിലവിൽ പ്രതികളല്ല എന്നാണ് വിവരം. സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ന് ലഭിക്കും. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയയും നടക്കും. ശരണ്യ സ്നേഹജനും ഒപ്പം നവമി ദിനേശും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശരണ്യ, ആദ്യം ഈ കേസിലേക്ക് പോകാം. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ പ്രതിയല്ല, പക്ഷേ വകുപ്പ് മേധാവി പ്രതിയാണ്. അവർ റിട്ടയർ ചെയ്ത ആൾ കൂടിയാണ്. അവരുടെ ഇന്നലത്തെ പരാമർശങ്ങൾ ആരോഗ്യമന്ത്രിയെ ചൊടിപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നു. എന്താണ് വിവരങ്ങൾ? ആരൊക്കെയാണ് പ്രതികൾ? എന്താണ് പോലീസിന്റെ നീക്കം? രഞ്ജിത്ത്, ഇന്നലെ ഉഷയുടെ സഹോദരന്റെ ഭാര്യ നൽകിയ പരാതിയിന്മേലാണ് അമ്പലപ്പുഴ പോലീസ് ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ ഡോക്ടർ ഷാഹിദ അടക്കമുള്ള 3 ഗൈനക്കോളജിസ്റ്റുകളാണ് സർജറി ചെയ്തത് എന്നുള്ള വിവരമാണ് ഇന്നലെ ഔദ്യോഗികമായി ആശുപത്രി അധികൃതർ പുറത്തുവിട്ടിരുന്നത്.
പക്ഷേ ഈ ഡോക്ടർ ലളിതാംബികയെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇപ്പോൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റുള്ളവർ പ്രതിയാക്കപ്പെടാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഉയർന്നിൽക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും എനിക്ക് തോന്നുന്നു ആ കുടുംബം മൊഴി നൽകിയിരിക്കുന്നത് ലളിതാംബികയുടെ ചികിത്സയിൽ, അതായത് ലളിതാംബികയെ ആണ് ചികിത്സിക്കാൻ സമീപിച്ചതും ഇന്നലെ മകൻ വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഈ സർജറിക്ക് മുമ്പ് ഡോക്ടറെ സമീപിച്ച് ഡോക്ടർക്ക് പണമടക്കം, അതായത് മുഴയുമായി ആദ്യം സമീപിക്കുന്നത് ഡോക്ടർ ലളിതാംബികയുടെ വീട്ടിലാണ്, പ്രൈവറ്റ് പ്രാക്ടീസ് ഉള്ള ഇടത്താണ് സമീപിക്കുന്നത്. മാത്രമല്ല അവിടെ എത്തുകയും പിന്നീട് സർജറിക്ക് റെഫർ ചെയ്യുകയും ഒപ്പം തന്നെ ശസ്ത്രക്രിയക്ക് തൊട്ട് മുമ്പ് പണം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ കാര്യം ഈ ഉഷയുടെ മകൻ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ ഡോക്ടറുടെ അണ്ടറിൽ തന്നെയാണ് ഈ ആശുപത്രിയിലേക്ക് ഈ സർജറിക്കായി ഇവർ എത്തിയത് എന്നുള്ള വാദമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഈ യൂണിറ്റിന്റെ ചാർജ്, അതായത് ഈ സർജറി നടന്ന ആ യൂണിറ്റിന്റെ ചാർജും ഡോക്ടർ ലളിതാംബികയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കിയത് ഡോക്ടർ ലളിതാംബികയ്ക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതിന്റെ കൂടുതൽ വിശദമാക്കാൻ അവർ തയ്യാറായിരുന്നില്ല. മറ്റു കാര്യങ്ങൾ ഇന്നലെ ഇവിടെ നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണോ എന്നറിയില്ല. ഡോക്ടർ പറഞ്ഞു മാത്രമാണ് നമുക്കറിയാവുന്നത് ഈ സർജറിയിൽ അവർ ഇൻവോൾവ് അല്ലായിരുന്നു എന്നുള്ളത്. പക്ഷേ അതിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഇതിനകത്ത് പോലീസ് ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് പോകും. അതിനകത്ത് പോലീസിനും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണവും ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 125A-യും 125B-യും PNS പ്രകാരമാണ് FIR ഇട്ടിട്ടുള്ളത്. കൃത്യവിലോപത്തിനാണ്. കൃത്യവിലോപവും ജീവന് അപകടമുണ്ടാകുന്ന രീതിയിലുള്ള കൃത്യവിലോപം അശ്രദ്ധയ്ക്കുമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് പ്രകാരം 3 മാസം മുതൽ 6 മാസം മുതൽ 3 വർഷം വരെ തടവ് കിട്ടാവുന്ന രീതിയിലുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിനകത്ത് മറ്റുള്ളവർക്കെതിരെ എന്തുകൊണ്ടാണ് ആ കേസ് വരാതിരുന്നത്? ഒരുപക്ഷെ അവരുടെ ഇൻവോൾവ്മെന്റ് എത്രയാണോ, അല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ട ശസ്ത്രക്രിയയായിരുന്നോ, ഇവർ അതിനകത്ത് ഉണ്ടായിരുന്നോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ആശുപത്രി അധികൃതർ വിശദീകരിക്കേണ്ടതായുണ്ട്. നിലവിൽ ഇപ്പോൾ ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. ശരി, തുടരുക ശരണ്യ. നവമി ദിനേശ് കൂടി ചേരുന്നു. നവമി, ഇന്നാണ് ശസ്ത്രക്രിയ. ഉഷ ജോസഫിന്റെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് മനസ്സിലാകുന്നത്. ശസ്ത്രക്രിയയിലെ കാര്യങ്ങൾ പോവുക, അവരുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റെന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കരുതലുകൾ ഇപ്പോൾ ആശുപത്രി സ്വീകരിച്ചിരിക്കുന്നത്? ബന്ധുക്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? അവരും ഉഷ ജോസഫിന്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണോ? രഞ്ജിത്ത്, ഇന്നലെ ഒരു മെഡിക്കൽ ബോർഡ് ചേർന്നിരുന്നു. CT സ്കാൻ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർ ചേർന്നൊരു മെഡിക്കൽ ബോർഡ് ചേർന്നിട്ടുണ്ടായിരുന്നു. ആ മെഡിക്കൽ ബോർഡിൽ കൃത്യമായി ഈ CT സ്കാനിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് എവിടെയാണ് ഈ കത്രിക ഉള്ളതെന്നതിൻ്റെ സ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ഇത് വലിയ സങ്കീർണമായിട്ടുള്ളൊരു ശസ്ത്രക്രിയയല്ല. ഇന്ന് മറ്റ് ശസ്ത്രക്രിയ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും തന്നെ നടത്താൻ കഴിയും. ഉഷയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. രാവിലെ 10 മണിയോടുകൂടി തന്നെ ഈ ശസ്ത്രക്രിയ ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഉഷ വാർഡിലാണുള്ളത്. ഉടനെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റും. അതിനുശേഷമായിരിക്കും സർജറി ആരംഭിക്കുക. വിവിധ ഡോക്ടർമാരായിരിക്കും ഈ സർജറിയിൽ പങ്കെടുക്കുക. അതിനുശേഷം കത്രിക സുരക്ഷിതമായി തന്നെ മാറ്റാം. ഉഷയുടെ ആരോഗ്യത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുകൂടി ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നലെ തന്നെ സർക്കാർ ആരോഗ്യമന്ത്രി ഉഷയെ നേരിട്ട് വിളിച്ച് ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം, അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ടതില്ല, സർക്കാർ തന്നെ ചിലവ് വഹിക്കുമെന്ന് ഡോക്ടർമാരോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇന്ന് 10 മണിയോടുകൂടി തന്നെ മറ്റ് ശസ്ത്രക്രിയകൾ നടക്കുന്ന കൂട്ടത്തിൽ ഉഷയുടെ ശസ്ത്രക്രിയ നടത്തും. അതിനുശേഷം 2 ദിവസം ഉഷയെ ഒന്ന് നിരീക്ഷിക്കും. നിരീക്ഷണത്തിന് ശേഷമായിരിക്കും വീട്ടിലേക്ക് തിരിച്ചയക്കുക എന്ന് പറയുന്നു. കുടുംബം വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇന്നലെയൊക്കെ വളരെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്ത കൂടിയായിരുന്നു, ഒരു സംഭവം കൂടിയായിരുന്നു. ഇത് തൻ്റേതല്ലാത്തൊരു കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ ഒരു പിഴവ് കൊണ്ട് മാത്രം
ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയം ആയിരിക്കുകയാണ് ഇന്നിപ്പോൾ ഉഷ. കുടുംബം വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇന്നലെ ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചതിൽ നിന്നും മറ്റ് നേതാക്കളൊക്കെ ഇന്നലെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു. അവരൊക്കെ കുടുംബത്തിനും വലിയ ആശ്വാസം നൽകിയിട്ടുണ്ട്, ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. ഡോക്ടർമാരുടെ മികച്ചരായിട്ടുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഈ ശസ്ത്രക്രിയ നടത്തുക എന്നൊരു ആത്മവിശ്വാസം കുടുംബത്തിനും നൽകിയിട്ടുണ്ട്. എന്തായാലും ഉഷയെ രാവിലെ 10 മണിയോട് കൂടി തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരണ്യ സ്നേഹച്ചനും നവമി ദിനേശും വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും ഉഷയ്ക്ക് നീതി വേണം. ഈ പ്രശ്നങ്ങൾ കൃത്യമായി എവിടെ സംഭവിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ ഇന്ന് പണിമുടക്കും. ഏറ്റവും കുറഞ്ഞ വേതനം 40,000 രൂപയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് സൂചനാ പണിമുടക്ക്. പണിമുടക്കിന് ശേഷം കൂടുതൽ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് യുഎൻഎയുടെ തീരുമാനം. നവമി തൊടുന്നുണ്ട്. നവമി, 40,000 രൂപയാക്കുക എന്നുള്ളതാണ് പ്രധാന ആവശ്യം. അതിനോട് സ്വകാര്യ ആശുപത്രികൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളടക്കമുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്താണ് മനസ്സിലാക്കേണ്ടത്? സമരം ശക്തമാക്കാൻ തന്നെയാണോ യുഎൻഎയുടെ തീരുമാനം? രഞ്ജിത്ത്, 1/3 ഡോക്ടർമാരെ മാത്രം, നഴ്സുമാരെ മാത്രം ഇന്ന് ജോലിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് ബാക്കി എല്ലാവരും ചേർന്നുള്ളൊരു സമരം തന്നെയാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. തൃശ്ശൂരിലായിരിക്കും ഇന്ന് അവരൊരു സമ്മേളനം നടത്തുക. ആ സമ്മേളനത്തിൽ ചില പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. ഇതിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ തുടർന്ന് ഉള്ള പണിമുടക്ക് ഏത് വിധേയനാകണം എന്നുകൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും, ഇന്നത്തെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഈ അവകാശ പ്രഖ്യാപന സമ്മേളനം തൃശ്ശൂർ ശക്തൻ ഗ്രൗണ്ടിലായിരിക്കും നടക്കുക. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ശമ്പള വർധന ഉൾപ്പെടെയുള്ള ഈ സർക്കാർ ജീവനക്കാർ ഉയർത്തുക എന്നീ ആവശ്യം, ശമ്പളം ഉയർത്തുക എന്ന ആവശ്യമാണ് ഇവർക്ക് പ്രധാനമായും ഉള്ളത്. ഇപ്പോൾ മിനിമം വേതനം 20,000 രൂപയാണ്. അത് 40,000 രൂപയാക്കുക. തുല്യ ജോലിക്ക് തുല്യ വേതനം. നഴ്സുമാർക്ക് അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക. മറ്റ് ആശുപത്രി ജീവനക്കാർക്ക് ആനുപാതികമായ ശമ്പള വർധന, UGC സ്കെയിൽ ശമ്പളം നടപ്പാക്കുക എന്നിവയാണ് ഇവരുടെ പ്രധാന ആവശ്യം. അതോടൊപ്പം തന്നെ വിവിധ കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ ഇതിനോടകം തന്നെ ഈ നഴ്സുമാരുടെ അവരുടെ ജോലിയും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടി വിവിധ റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഡോക്ടർ ബൽറാം കമ്മിറ്റി, ജഗദീഷ് പ്രസാദ് കമ്മിറ്റി, വീരകുമാർ കമ്മിറ്റി റിപ്പോർട്ടുകൾ, ഇതൊക്കെ സർക്കാരിന് മുന്നിൽ എത്തിയിട്ടും ഇതിലൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഇത് നടപ്പാക്കുന്ന ഒരു നടപടികളിലേക്കും സർക്കാർ കടന്നിട്ടില്ല. അതുകൊണ്ട് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ എത്രയും വേഗം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് നഴ്സുമാർ, സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരും സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. 1/3 നഴ്സുമാരായിരിക്കും ഇന്ന് സമരത്തിൽ പങ്കെടുക്കുക. അതിനുശേഷം തൃശ്ശൂരിലായിരിക്കും ഈ സമരത്തിൽ പങ്കെടുത്ത നഴ്സുമാരെല്ലാവരും ചേർന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുക. ആ സമ്മേളനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ ഏത് വിധേയനാകാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക. എന്തായാലും വലിയ രീതിയിലുള്ള ഈ രോഗികൾക്ക് തടസ്സമുണ്ടാകില്ല എങ്കിൽ പോലും മറ്റ് ഒരു ഡോക്ടർമാരെ അല്ലെങ്കിൽ ആശുപത്രിയെ സംബന്ധിച്ച് ചെറിയൊരു അനിശ്ചിതാവസ്ഥയിലേക്ക് പോകാനുമുള്ളൊരു സാഹചര്യമുണ്ട്. എന്തായാലും കുറഞ്ഞ നഴ്സുമാർ മാത്രമായിരിക്കും ഇന്നത്തെ ഈ സമരത്തിൽ പങ്കെടുക്കുക. ശരി, നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവച്ചു. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സമരം തുടരുകയാണ്. OP ബഹിഷ്കരണ സമരം ഇന്ന് 6ാം ദിവസമാണ്. 2 ദിവസമായി അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവച്ചിരിക്കുകയാണ്. ആവശ്യ സേവനങ്ങളായ കാഷ്വാലിറ്റി, ലേബർ റൂം, ICU, മറ്റ് അടിയന്തര ചികിത്സകൾ, പോസ്റ്റ്മോർട്ടം എന്നിവയെ ഒഴിവാക്കിയാണ് സമരം. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സമരക്കാർ ഉറച്ച നിലപാടിലാണ്. പണിമുടക്കിൽ പങ്കെടുക്കുന്ന ഡോക്ടർമാരുടെ വിവരങ്ങൾ കൈമാറാത്ത വകുപ്പ് മേധാവിമാരുടെ ഹാജർ വെട്ടാനാണ് തീരുമാനം. ഇന്നലെയാണ് മലപ്പുറം ആദവനാട്ടിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവം. നാട്ടുകാരൊക്കെ വല്ലാതെ ഒരു 6-7 മണിക്കൂറോളം ഭീതിയിലായ ഒരു സംഭവം ഉണ്ടായത്. ലോറി ക്വാറിയിലേക്ക് മറിയുന്നു. അവിടെ അതിനകത്ത് ആരുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം. പിന്നീട് മുസ്തഫ എന്ന ഡ്രൈവർ ക്യാബിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. 7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ലോറി ഉയർത്താനായത്. ക്യാബിൻ വെട്ടിപ്പൊളിച്ച് ലോറിയുടെ ക്ലീനറായ മുസ്തഫയെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ലോറി കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം ഇന്നും തുടരും എന്നാണ് ഏറ്റവും പുതിയ വിവരം വരുന്നത്. അപകട സ്ഥലത്ത് പോലീസും RTOയും പരിശോധന നടത്തും. ജിഷാദ്,
വിവരങ്ങളുമായി ചേരുകയാണ്. ജിഷാദ്, ഇന്നലെ വല്ലാതെ നടുക്കുന്ന ഒരു സംഭവമായി പോയി. ഒരുപാട് സമയം കഴിഞ്ഞാണ് എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നത്തെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? രഞ്ജിത്ത്, ആദവനാട് ഊരോത്തുപള്ളിയിലാണ് നിയന്ത്രണം വിട്ട ലോറി വെള്ളത്തിലേക്ക് മറിഞ്ഞ് അപകടം ഉണ്ടായത്. ഇതിൽ യുവാവ് മരണപ്പെട്ടു. ലോറിയിലെ സഹായി മലപ്പുറം സ്വദേശി മുസ്തഫയാണ് മരിച്ചത്. വെള്ളത്തിലേക്ക് ചാടിയ ഡ്രൈവർ ചട്ടിപ്പറമ്പ് സ്വദേശി ജാഫറിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. വെള്ളിയാഴ്ച പകൽ 1 മണിയോടെയായിരുന്നു ഈ അപകടം നടക്കുന്നത്. മലയിൽ ഫുഡ് പ്രൊഡക്റ്റിന്റെ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി സമീപത്തെ മൺകൂണയിൽ ഇടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും 65 അടിയോളം താഴ്ചയിലേക്ക് കോറിയിലേക്ക് ഈ വാഹനം പതിക്കുകയായിരുന്നു. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരും സമീപവാസികളുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. ജാഫറിനെ വേഗത്തിൽ കരക്കെത്തിച്ച് വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അതോടെയാണ് ഈ ഡ്രൈവറായ ജാഫർ നാട്ടുകാരെ ധരിപ്പിക്കുന്നത് വാഹനത്തിൽ ഒരാളും പടി കുടുങ്ങിയിട്ടുണ്ടെന്നും ആള് വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടെന്നും അറിയുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ പോലീസിനെയും അഗ്നിസേനയെയും വിവരം അറിയിച്ചു. തുടർന്ന് മലപ്പുറത്തു നിന്നുള്ള അതുപോലെ തിരൂരിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധ സംഘം കോറിയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും മുസ്തഫയെ കണ്ടെത്താനായില്ല. മണിക്കൂറുകൾ നീണ്ട, അതായത് 7 മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ മുസ്തഫയെ കണ്ടെത്തുന്നത്. ക്രെയിൻ എത്തിച്ച് കയർ കെട്ടി 4 തവണ ലോറി ഉയർത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പിന്നീട് ദേശീയപാതയിലെ നിർമ്മാണത്തിലിരിക്കുന്ന കൂറ്റൻ ക്രെയിൻ എത്തിച്ചാണ് ലോറി ഉയർത്തിയത്. മലപ്പുറത്ത് നിന്ന് കൂടുതൽ മുങ്ങൽ വിദഗ്ധർ സ്ഥലത്തെത്തിയാണ് ഈ ലോറിയെ പൊന്തിക്കുന്നത്. 7 മണിക്കൂറിലധികം നീണ്ട ശ്രമത്തിന്റെ ഒടുവിലാണ് രാത്രി 8:30യോടെയാണ് ഈ ലോറി വെള്ളത്തിൽ നിന്നും ഉയർത്തിയത്. അകത്ത് കുടുങ്ങിയ മുസ്തഫയെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചിരുന്നു. മൃതദേഹം ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. അതായത് ഇന്നലെ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. എന്തായാലും അതിദാരുണമായ അപകടമായിരുന്നു രഞ്ജിത്ത്. ഈ മുസ്തഫയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങുമെന്നാണ് അറിയുന്നത് രഞ്ജിത്ത്. ശരി, ജിഷാദ് വാളാഞ്ചേരി വിവരങ്ങൾ പങ്കുവച്ചു. നമുക്ക് തിരിച്ചു വരാം കൂടുതൽ വാർത്തകളുമായി ഇടവേളയ്ക്ക് ശേഷം. വഴിയടച്ച് റിസോർട്ട് മാഫിയ. ആലപ്പുഴ മാരാരിക്കുളത്ത് റിസോർട്ട് മാഫിയ പൊതുജനങ്ങളുടെ വഴിമുട്ടിച്ച സംഭവത്തിൽ തിങ്കളാഴ്ച കമ്പനി അധികൃതരുമായി യോഗം ചേരും. പഞ്ചായത്തിന്റെ അധ്യക്ഷതയിലാണ് യോഗം. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ ജനപ്രതിനിധികൾ പ്രദേശം സന്ദർശിച്ചു. 3 മീറ്റർ വീതിയിൽ റോഡും അടിസ്ഥാന സൗകര്യങ്ങളും ഉടൻ നിർമ്മിക്കുമെന്ന് മാരാരിക്കുളം ജില്ലാ പഞ്ചായത്ത് അംഗം ആർ റിയാസ് ന്യൂസ് 18ന്റെ സാന്നിധ്യത്തിൽ ജനങ്ങൾക്ക് ഉറപ്പു നൽകി. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്ത മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലെ 24-ാം വാർഡിലാണ് ഉള്ളത്. ഇവിടെയാണ് 25 ഏക്കറോളം ഭൂമി റിസോർട്ട് കൈയടക്കിയതിനെ തുടർന്ന് ഇവിടെയുള്ള അടിസ്ഥാനപരമായ വികസനങ്ങൾ പോലും നടപ്പിലാക്കാൻ കഴിയാതെ വഴിയടക്കം ഇവിടെയുള്ള നാട്ടുകാർക്ക് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആ ഒരു ഭീകരതയുടെ ചിത്രം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ആ സംഭവങ്ങളെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഒപ്പം LSGDയുടെ ഡയറക്ടർ തന്നെ അത് അന്വേഷിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജനപ്രതിനിധികൾ ആലപ്പുഴ ജില്ലയിലെ തന്നെ ഈ ഡിവിഷന്റെ മാരാരിക്കുളം ഡിവിഷന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ റിയാസും ഒപ്പം ബ്ലോക്ക് വാർഡ് മെമ്പർമാർ അടക്കമുള്ള ആളുകൾ ഇവിടെ ജനപ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഒപ്പം തന്നെ ഈ കമ്പനി ഉടമകളുമായി അവർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കുറേ കാലമായി നിലനിൽക്കുന്നൊരു വിഷയമാണ്. ഇത് ഇപ്പോൾ മതിൽ കെട്ടി തുടങ്ങിയപ്പോൾ അതൊരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ആളുകൾ പരിഭ്രാന്തരായി തുടങ്ങിയിരിക്കുകയാണ്. അവരുടെ വഴി പൂർണ്ണമായി തടസ്സപ്പെടുന്ന കുട്ടികളുണ്ട്, ഈ നടക്കാൻ പറ്റാത്ത ഈ സ്ത്രീകളടക്കമുള്ള ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ്. എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്? ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏത് വികസന പ്രവർത്തനവും വ്യവസായവും വരുന്നതിനൊന്നും നമ്മൾ നാട്ടുകാരും പൊതുജനപ്രതിനിധികളാരും അതിനൊന്നും എതിരല്ല. പക്ഷെ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപദ്രവമില്ലാതെ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യവും മറ്റു സൗകര്യങ്ങളും ഒന്നും തടസ്സപ്പെടുത്താതെ ഉള്ള സംവിധാനമായിരിക്കണം വരേണ്ടതെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പടിഞ്ഞാറ് ഇവരുടെ എല്ലാം ചെറിയ പ്രായത്തിൽ മുതൽ നടന്നു പോകുന്ന വഴിയാണിത്, അല്ലേ? നടന്നു പോകുന്ന വഴിയാണ്. ആ വഴി 3 മീറ്റർ റോഡാക്കി മാറ്റണം. അതിന് 3 മീറ്റർ അവർ തരേണ്ട, തുടക്കത്തിൽ മാത്രം തന്നാൽ മതി. ബാക്കി 1.5 മീറ്റർ ഇവിടുത്തെ ജനങ്ങളാണ് ബാക്കി 1.5 മീറ്റർ തരുന്നത്, അല്ലേ? 1.5 മീറ്റർ പ്രദേശത്തെ ജനങ്ങൾ തരും. ആ ജനങ്ങൾ തരുന്നതിനോട് സഹകരിക്കണം. ഈ പ്രദേശത്തെ ജനങ്ങൾ ഇത്രയും കുടുംബങ്ങൾ ഇവർ പറഞ്ഞ ബുദ്ധിമുട്ടൊക്കെ കേട്ടില്ലേ? ആശുപത്രിയിൽ പോകാൻ, സ്കൂളിൽ പോകാൻ, അംഗനവാടിയിൽ പോകാൻ, പള്ളിയിൽ പോകാൻ,
മരിപ്പ് വന്നാൽ എല്ലാം പ്രതിസന്ധിയാണ്. അപ്പം നമ്മുടെ പോലെയുള്ളൊരു പ്രദേശത്ത് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം അവരുമായി ബന്ധപ്പെട്ടു. മെമ്പർ നേരത്തെ അവരുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് സംസാരിച്ച് വഴി തരാമെന്ന് പറയുന്നതല്ലാതെ അവർ തന്നിട്ടില്ല. അപ്പോൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച പഞ്ചായത്തിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് വിളിച്ച് അവിടെ തീരുമാനമാക്കി ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നത് നടപ്പിലാക്കണം എന്നാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അങ്ങനെ തീരുമാനമാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കമ്പനി അധികൃതരുമായി ബന്ധപ്പെട്ടോ? കമ്പനി അധികൃതരുമായി അവർ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പറയും. ചർച്ചയിൽ പങ്കെടുക്കാം. ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു, വഴി കിട്ടുന്നത് വരെയാണ് ഇടപെടൽ. വഴി കിട്ടുന്നത് വരെ എപ്പോഴാണോ വഴി കിട്ടുന്നത് വരെയാണ് ഇതിനകത്ത് ഞങ്ങൾ സ്ഥിരമായി നിരന്തരമായ ഇടപെടലുണ്ടാകുന്നത്. അത് ഈ ജനങ്ങളോടൊപ്പമാണ്. ജനങ്ങൾക്ക് പുറത്തോട്ട് പോകണ്ടേ, അവർക്ക് ജീവിക്കണ്ടേ, അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നടക്കണ്ടേ, ബേസിക് കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം നടക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടിൽ ജനപ്രതിനിധികളും സംവിധാനങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ അവർ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞങ്ങൾ അടിയന്തരമായി അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. നേരത്തെ മുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഞാനൊക്കെ പുതുതായിട്ട് ഇവിടെ ഡിവിഷൻ മെമ്പറായി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഇപ്പോൾ അടിയന്തരമായി അവരുമായി ബന്ധപ്പെട്ടു ഈ വരുന്ന ആഴ്ച തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ചർച്ച നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരുടെയും ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും പഞ്ചായത്തിൻ്റെ അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ അവരുമായി ചർച്ച ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു തീരുമാനത്തിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അറിയാം, താങ്കൾക്ക് ബോധ്യപ്പെട്ടോ? കാരണം നമ്മളൊരു അംഗനവാടി കെട്ടിടം കണ്ടു, നമ്മൾ ഇങ്ങോട്ട് കടന്നു വന്ന വഴികൾ കണ്ടു, അതായത് പോസ്റ്റ് തൂണുകൾ ഇട്ടിട്ടുള്ള ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്തരം വഴികളിലൂടെ കടന്ന് ഇത്രയധികം ജനങ്ങൾക്കിടയിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇവരുടെ ഒരു സാഹചര്യം, ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്? ശരി, സ്വാഭാവികമായിട്ടും ശരിയല്ല. ഇവിടെ നേരത്തെ ഒരുപാട് താമസക്കാരുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്ന വീടുകളെല്ലാം. നേരത്തെ ഒരുപാട് കിടക്കുവാണ്, ഇത്ര കാട് പിടിച്ച് കിടക്കുന്ന ഈ വഴിയിലൂടെയാണ് ഇത്രയധികം ജനങ്ങൾ വരുന്നത്. നേരത്തെ ഇത് കാട് പിടിച്ച് കിടന്നതല്ല, ഇവര് വാങ്ങിച്ചതിന് ശേഷം കാട് പിടിച്ചതാണ്. നേരത്തെ കാട് പിടിച്ചതല്ല. ഒരു പ്രോപ്പർട്ടി, എല്ലാവരും വലിയ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില പ്രതിഭാസമാണ്. ആളുകളുടെ കൈവശം ഇരിക്കുന്ന, പ്രദേശവാസികളുടെ കൈവശം ഇരിക്കുന്ന ഒരു സ്ഥലത്തും കാട് പിടിച്ചിട്ടില്ല. അവരെല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികളടക്കം കടന്നു വരുന്നത് ഈ വഴിയിൽ. അവർ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. സ്കൂളിൽ പോകണം, എഴുജന്തുക്കളുടെ പ്രശ്നമുണ്ട്. ഈ പാലം കയറി റോഡ്, ഈ കൺസെന്റ് കിട്ടിയാലേ ഞങ്ങൾക്ക് റോഡ് ഇടാൻ പറ്റത്തുള്ളൂ. റോഡ് ഇട്ടാലേ പാലം റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. പാലം റെഡിയാക്കിയാലേ ഇവർ പറയുന്ന പോലെ ഒരു ആശുപത്രി കേസ്, ഒരു വണ്ടി വരണം, ഒരു വീടുകളിലേക്ക് ചടങ്ങിനൊരാൾ പുറത്തു നിന്ന് വരണമെങ്കിലും ഒക്കെ ഈ പറഞ്ഞ റോഡിന്റെ ആവശ്യമുണ്ട്. രാവിലെ പള്ളിയിൽ പോണവരാണ് ഇവരെല്ലാം. പള്ളിയിൽ പോണവരാണ്, പൊള്ളയത്തേപ്പല്ലല്ലേ എല്ലാവരും പോകണം. തിങ്കളാഴ്ചയോടെ അത്തരം ചൊവ്വാഴ്ച 2 ദിവസം ഏതെങ്കിലും ഒരു ദിവസം, നാളെ രാവിലെ ഏത് ദിവസമാണെന്ന് തീരുമാനം. എന്തായാലും വഴി എന്നുള്ള കാര്യത്തിനകത്ത് വിട്ടുവീഴ്ചയ്ക്കില്ല. വഴി ഇട്ട് കൊടുക്കും, അതിനകത്ത് തർക്കമൊന്നും വേണ്ട. അതെ, അതായത് ഗതാഗത യോഗ്യമായ ഒരു വഴി തന്നെ ഈ നാട്ടുകാർ 3 മീറ്റർ വഴി. ഞങ്ങൾക്ക് വഴി കിട്ടുന്നവരെ ഞങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവരും ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും, അത് തർക്കമില്ല. അതാണിത്. ഇപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു ദുരവസ്ഥ മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ഇടപെടൽ നടത്തിയിരുന്നു. ഇപ്പോൾ ഉദ്യോഗസ്ഥരും ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടെന്ന് പറയുന്നത്. വിശ്വസിക്കുന്നുണ്ടോ കാര്യങ്ങൾ നടക്കുമെന്ന്? വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ആ സങ്കടം നിങ്ങൾ തീർത്തു തന്നാൽ മതി, അത്രേ ഉള്ളൂ ഞങ്ങൾക്ക്. അതെ, ഇപ്പൊ വെള്ളം നിറയുമ്പോഴത്തേക്ക് ഇതിന്റെ അങ്ങേയറ്റത്തെ തല ഇങ്ങേറ്റ പാലത്തിന്റെ നമുക്ക് കാണാനൊക്കെ അത്രയും വെള്ളമായിരിക്കും ഇവിടെ. നമ്മൾ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പോകുന്ന വഴിയാണ്, മനസ്സിലായ? അതൊക്കെ ഒരു ദയനീയാവസ്ഥ. പിന്നെ എന്തായാലും നമുക്ക് തിങ്കളാഴ്ച വരെ കാക്കാം അല്ലേ? അല്ല, ഇത്രയും നാള് കാത്തു. ഇനി തിങ്കളാഴ്ച അവരോട് ചർച്ച ഉണ്ടാവും. നിങ്ങൾ എവിടെ ആവശ്യപ്പെടുന്ന അവിടെ ഞങ്ങൾ വരും. അഥവാ ഇത്തരം കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നിങ്ങൾ ജനങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ ഒരു പ്രതികരണം? കൂടേണ്ട പാർട്ടി കൂടിയിരിക്കും. വഴിയിടും. കൂടേണ്ട പാർട്ടി കൂടിയിട്ട് കാര്യമില്ല, വഴിയിടും. അവിടെ ഞങ്ങൾ വന്നിരിക്കും. അതാണ് ഞങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങളുടെ ആവശ്യം വഴി ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. അതാണ് അവർ പറയുന്നത്. അതായത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന കുട്ടികൾ ഉൾപ്പെടെ കടന്നു വന്നിരുന്ന പാലവും വഴികളും ഒക്കെയാണ്. അവിടെ അക്കാര്യത്തിനകത്ത് ഒരു തീരുമാനം ആക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ജനപ്രതിനിധികൾ മൂന്ന് വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്നവരുണ്ട്. ഒപ്പം തന്നെ ഈ ബ്ലോക്ക് ഡിവിഷനും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനെയും പ്രതിനിധാനം ചെയ്യുന്ന 3 ജനപ്രതിനിധികളും ഒപ്പം തന്നെ മറ്റ് വാർഡ് മെമ്പർമാരും ഈ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ള ആളുകളും ജനങ്ങളുമുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് ഇത്തരം ഒരു ഉറപ്പ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ കണ്ട നേരത്തെ തീരുമാനിച്ച ആ പാതയിലൂടെ 3 മീറ്റർ വഴി, ഗതാഗത യോഗ്യമായ 3 മീറ്റർ വഴി ഉറപ്പായും ഉണ്ടാകുമെന്നുള്ളതാണ്. അതിനുള്ള നടപടികൾ തുടക്കമെന്നോണം തിങ്കളാഴ്ച അത്തരമൊരു ചർച്ചയിലേക്ക് കടക്കും. ഒരുപക്ഷെ ഈ റിസോർട്ട് ഉടമകൾ വില്ലിംഗ് ആയില്ലെങ്കിൽ അവരെ അതിന് നിർബന്ധിതരാക്കുന്ന രീതിയിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് പഞ്ചായത്ത് അടക്കം നീങ്ങുമെന്നുള്ളതാണ് ജനപ്രതിനിധികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. റിസോർട്ട് മാഫിയ വഴിയടച്ച സംഭവം
ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ശരണ്യ ഏറ്റവും പുതിയ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും ഇതുമായി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുന്നു, അവർ സന്ദർശിക്കുന്നു. ജനങ്ങൾക്ക് നീതി ലഭിക്കും എന്നാണ് ഇപ്പോൾ ജനപ്രതിനിധികളടക്കം അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലും തിങ്കളാഴ്ചത്തെ മുന്നണി യോഗത്തിലും സ്വീകരിക്കേണ്ട നിലപാടുകൾ തീരുമാനിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 86 സീറ്റുകളിലാണ് കഴിഞ്ഞ CPM മത്സരിച്ചത്. അധിക സീറ്റുകൾ ചില ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിന് CPM വഴങ്ങാനിടയില്ല. ജനാധിപത്യ കേരള കോൺഗ്രസിന് തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യത്തിലും ധാരണയുണ്ടാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ആരൊക്കെ മത്സരിക്കണം, 2 ടേം വ്യവസ്ഥയിൽ ഇളവ് എന്നിവയിലും ഇന്നത്തെ യോഗത്തിൽ ധാരണ ഉണ്ടായേക്കും. LDFന്റെ ജാഥകൾ പാളിയെന്ന് CPI. സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് വിമർശനം ഉയർന്നത്. 3 മേഖലാ ജാഥകളും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. MV ഗോവിന്ദൻ സംസാരിക്കുമ്പോൾ പോലും കസേരകൾ ഒഴിഞ്ഞുകിടന്നു. ബിനോയ് വിശ്വത്തിന്റെ ജാഥയ്ക്കും വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ലെന്ന് പ്രതിനിധികൾ പറഞ്ഞു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. 2.69 കോടി വോട്ടർമാരാണ് അന്തിമ പട്ടികയിൽ ഇടം നേടിയത്. 1.31 കോടി പുരുഷന്മാർ, 1.38 കോടി സ്ത്രീകളും പട്ടികയിൽ ഉൾപ്പെടുന്നു. 277 തേർഡ് ജെൻഡർ, 2.23 ലക്ഷം പ്രവാസികൾ, 4.24 ലക്ഷം പുതിയ വോട്ടർമാരും അന്തിമ വോട്ടർ പട്ടികയിലുണ്ട്. ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ 24 ലക്ഷം പേർ പുറത്തായിരുന്നു. മരണപ്പെട്ടവർ, വിദേശ പൗരത്വം സ്വീകരിച്ചവർ ഉൾപ്പെടെ 53,229 പേർ കൂടി ഹിയറിംഗിന് ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായി. എന്നാൽ ഹിയറിംഗിന് ശേഷം കരട് പട്ടികയിൽ നിന്ന് 15.11 ലക്ഷം വോട്ടർമാരുടെ വർധനവും ഉണ്ടായിട്ടുണ്ട്. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ വെബ്സൈറ്റിൽ നിന്ന് ബൂത്ത് അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക പരിശോധിക്കാനാവും. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിനുമെതിരെ KSRTC ഡ്രൈവറായിരുന്ന യദു നൽകിയ സ്വകാര്യ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. മഞ്ചൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി ഉള്ളത്. ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് ഉൾപ്പെടെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന 6 പേരും നേരിട്ട് ഹാജരാകാനാണ് കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. KSRTC ബസ് തടഞ്ഞ് മുൻ മേയറും ഭർത്താവും ചേർന്ന് അസഭ്യം പറഞ്ഞുവെന്ന പരാതിയിൽ ഡ്രൈവർ യദുവിന്റെ മൊഴിയും കോടതി ഇന്ന് രേഖപ്പെടുത്തും. നേരത്തെ കണ്ടോൺമെന്റ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിന്ന് ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവിന്റെയും പേര് ഒഴിവാക്കിയതിനെതിരെയാണ് യദു സ്വകാര്യ ഹർജി ഫയൽ ചെയ്തത്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിന്റെ മരണത്തിൽ വിചാരണ ഏപ്രിൽ 16 ആരംഭിക്കും. മെയ് 22 വരെ നടക്കുന്ന ആദ്യഘട്ട വിചാരണയിൽ 100 സാക്ഷികളിൽ 95 പേരെ വിസ്തരിക്കും. തിരുവനന്തപുരം 4ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ 2ാം ഘട്ടത്തിലാണ് വിസ്തരിക്കുക. IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമനാണ് കേസിലെ ഏക പ്രതി. കേരള സ്റ്റോറി 2ാം ഭാഗത്തിനെതിരെ ബീഫ് വിളമ്പി SFIയും DYFIയും. തിരുവനന്തപുരം മാനവീയ വീഥിയിൽ പൊറോട്ടയും ബീഫും കഴിച്ചായിരുന്നു SFIയുടെ പ്രതിഷേധം. നല്ല ചൂട് പൊറോട്ടയും ബീഫും എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി V ജോയി ബീഫ് കഴിച്ച് ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ പ്രചാരണത്തിൻ്റെ ഭാഗമായി. അടുത്ത ദിവസം മുതൽ സംസ്ഥാനത്തെ എല്ലാ ക്യാമ്പസുകളിലും പരിപാടി സംഘടിപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. മുറിഞ്ഞവാളത്ത് DYFI സംഘടിപ്പിച്ച പരിപാടി ജില്ലാ സെക്രട്ടറി ഷിജു ഖാൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഏതാണ്ട് 1 മണിക്കൂറായി ഒരു വിഭവം പാകം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും. ബീഫ് എന്ന സാധാരണക്കാരന്റെ ജനകീയ ഭക്ഷണം തയ്യാറെടുക്കുന്നതിന്റെ പ്രവർത്തനത്തിലായിരുന്നു നമ്മളെല്ലാവരും പങ്കാളികളായിരുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം? ഈ സായന്തനത്തിൽ, ഈ സായം സന്ധ്യയോടെടുക്കുന്ന നേരത്ത് നമ്മൾ ഈ കുമാരപുരം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ചത്, അത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി ചലച്ചിത്രങ്ങൾ എന്ന പേരിൽ വികലമായ ചിലത്
ഇന്ത്യയുടെ സാംസ്കാരിക അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുന്നതിനെതിരായ കൂട്ടായ്മയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അതിജീവനത്തിന്റെ കരുത്തുമായി കേരളം. ടൗൺഷിപ്പിലെ വീടുകൾക്കുള്ള ആദ്യഘട്ട ഗുണഭോക്തൃ പട്ടികയിലെ 178 പേരെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. കടകളും മറ്റ് സംരംഭങ്ങളും നഷ്ടപ്പെട്ടവർക്ക് ധനസഹായം നൽകാൻ കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കടകൾ, സംരംഭങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ ധനസഹായം വേഗത്തിൽ വിതരണം ചെയ്യുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞു. ടൗൺഷിപ്പിൽ ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്ന 178 വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നതിനുള്ള നറുക്കെടുപ്പിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നറുക്കെടുപ്പ് സുതാര്യവും കൃത്യതയും ഉറപ്പാക്കുന്നതിൽ സർക്കാർ നിതാന്ത ജാഗ്രതയാണ് പുലർത്തിയത്. ഗുണഭോക്താക്കൾ നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കുന്ന വീടുകൾ മറ്റു ഗുണഭോക്താക്കൾക്ക് വെച്ചുമാറാൻ സാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ദുരന്തത്തിൽ വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട 178 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ടൗൺഷിപ്പിൽ വീടുകൾ കൈമാറുന്നത്. ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന 410 വീടുകൾക്കും കൃത്യമായ ഡിജിറ്റൽ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. ടൗൺഷിപ്പിലെ 1-ാം സോണിലെ 115 വീട്, 3-ാം സോണിലെ 30 വീട്, 4-ാം സോണിലെ 33 വീടുകളുമാണ് നറുക്കെടുപ്പിലൂടെ ഗുണഭോക്താക്കൾക്ക് ഉറപ്പാക്കിയത്. അപ്രതീക്ഷിത ദുരന്തത്തിൽ വീടും സ്വന്തക്കാരും നഷ്ടപ്പെട്ടവരെ സർക്കാർ കൈപിടിച്ചുയർത്തിയത് അതിവേഗത്തിലായിരുന്നു. ടൗൺഷിപ്പിൽ ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാവുന്ന 178 വീടുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയാക്കി. മേപ്പാടി MSA ഓഡിറ്റോറിയത്തിൽ ഗുണഭോക്താക്കൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നറുക്കെടുപ്പ് നടന്നത്. 3 ഡിജിറ്റുകളിലായി സോൺ, ക്ലസ്റ്റർ, പ്ലോട്ട് നമ്പർ എന്നിങ്ങനെ രേഖപ്പെടുത്തിയ നറുക്കുകളാണ് ഗുണഭോക്താക്കൾ തിരഞ്ഞെടുത്തത്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡ് പഞ്ചിൽ വീട്ടിൽ P. അഷ്റഫാണ് ഒന്നാമതായി നറുക്കെടുത്തത്. ടൗൺഷിപ്പിലെ 1-ാം സോണിലെ ക്ലസ്റ്റർ ജയിൽ ഉൾപ്പെട്ട 104-ാം നമ്പർ വീടാണ് അഷറഫിന് നറുക്കെടുപ്പിലൂടെ ലഭിച്ചത്. ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ പെട്ടിയിൽ നിന്നും ഗുണഭോക്താക്കൾ ടൗൺഷിപ്പിലെ അവരുടെ വീടുകൾ നറുക്കെടുത്ത് സ്വന്തമാക്കി. ആദ്യഘട്ടത്തിൽ കൈമാറിയ വീടുകളുടെയും 7 സെന്റ് സ്ഥലത്തിന്റെയും പട്ടയം അനുവദിച്ച ഉത്തരവ് വേദിയിൽ നിന്നും ഗുണഭോക്താക്കൾക്ക് കൈമാറി. KICB, വാട്ടർ അതോറിറ്റി, സിവിൽ സപ്ലൈസ്, കൽപ്പറ്റ നഗരസഭ മുഖേന വൈദ്യുതി, കുടിവെള്ളം, റേഷൻ കാർഡ്, വീടിന്റെ ഉടമസ്ഥാവകാശ രേഖകൾ നൽകാനുള്ള നടപടികൾക്കായി പ്രത്യേക കൗണ്ടർ സജ്ജീകരിച്ചു. ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ച 15 കൗണ്ടറുകളിലൂടെയാണ് ഗുണഭോക്താക്കൾക്ക് സേവനം ഉറപ്പാക്കിയത്. വീടുകളുടെ വൈദ്യുതി, കുടിവെള്ള കണക്ഷനുകൾ നിലവിൽ ജില്ലാ കളക്ടറുടെ പേരിലാണ് അനുവദിച്ചത്. വൈദ്യുതി, കുടിവെള്ള കണക്ഷനുകളുടെ 3 മാസത്തെ തുക സർക്കാർ അടയ്ക്കുന്നതാണ്. 3 മാസത്തിനു ശേഷം കണക്ഷനുകൾ ഗുണഭോക്താക്കളുടെ വ്യക്തിഗത പേരിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള സാക്ഷ്യപത്രവും ഗുണഭോക്താക്കൾക്ക് നൽകി. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കോഴിക്കോട് നഗരത്തിന്റെ വികസന പാതയിൽ പുത്തൻ നാഴികക്കല്ലായി പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 8 പതിറ്റാണ്ട് കാത്തിരിപ്പിനൊടുവിലാണ് നഗരത്തിലെ മർമ്മപ്രധാന മേഖലകളെ ബന്ധിപ്പിക്കുന്ന പാലമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. 60 കോടി രൂപ മുതൽ മുടക്കി കിഫ്ബിയിലൂടെയാണ് പദ്ധതി യാഥാർത്ഥ്യമായത്. കോഴിക്കോട് നഗരത്തെ മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡുകളുമായി ബന്ധപ്പെടുത്തുന്ന പാലം 8 പതിറ്റാണ്ടായി നഗരവാസികളുടെ സ്വപ്നമായിരുന്നു. 1947-ൽ കനോലി കനാലിന്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന നടപ്പാലമായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. ചവിട്ടുപടി കയറി വേണം പാലത്തിലെത്താൻ. സൈക്കിളല്ലാതെ മറ്റു വാഹനങ്ങളില്ലാത്ത കാലത്ത് ചെറുപാലം തന്നെ ധാരാളം. നഗരം വളർന്നതോടെ ചവിട്ടുപടി റാമ്പായി മാറി. ഓട്ടോറിക്ഷകളടക്കം കയറുന്നത് ഒഴിവാക്കാൻ വീതി കുറച്ച് നിർമ്മിച്ച പാലത്തിന് പുതിയ പാലമെന്ന് പേരുമിട്ടു. ചെറിയ കോൺക്രീറ്റ് പാലത്തിലൂടെ ഇരുചക്ര വാഹനങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി. പാലം പഴകിയപ്പോൾ പുതിയ പാലമെന്ന പേര് മാത്രം ബാക്കിയായി. വാഹനപ്പെരുക്കം കൊണ്ട് പ്രദേശം വീർപ്പുമുട്ടി. 2010 മുതൽ വലിയ പാലത്തിനുള്ള മുറവിളി തുടങ്ങി. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2023 ജൂലൈയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പാലത്തിന് തറക്കല്ലിട്ടു. മാസങ്ങൾക്കിപ്പുറം കിഫ്ബിയിലൂടെ പുതിയ പാലം യാഥാർത്ഥ്യമായി. കനോലി കനാലിന് കുറുകെ 16.53 കോടി രൂപ വിനിയോഗിച്ച് 195 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും ആർച്ച് മാതൃകയിൽ നിർമ്മിച്ച പാലത്തിനൊപ്പം ഇരുവശങ്ങളിലും അപ്രോച്ച് റോഡുമുണ്ട്. 40 കോടി രൂപയാണ് സ്ഥലമെടുപ്പിന് ചെലവായത്. കേരള റോഡ് ഫണ്ട് ബോർഡിനായിരുന്നു നിർമ്മാണ ചുമതല. ഏതാണ്ട് 60 കോടി രൂപ ചെലവിലാണ് ആ പാലത്തിൻ്റെയും അപ്രോച്ച് റോഡുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. 16.53 കോടി രൂപ പാലത്തിന് വേണ്ടി മാത്രം അതിൽ ചെലവായിട്ടുണ്ട്.
സ്വാഭാവികമായും കോഴിക്കോട്ടെ ജനങ്ങളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വലിയ പാലമായി തന്നെ ഈ പാലം മാറും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തളി പുതിയ പാലം റോഡിന് തുടർച്ചയായി കനോലി കനാലിന് കുറുകെയാണ് പുതിയ പാലത്തെ പാലം. കിഴക്കേക്കരയിൽ കല്ലിട്ടനട ഗോവിന്ദപുരം റോഡിലൂടെ മിനി ബൈപ്പാസിലേക്കാണ് റോഡിലൂടെ എത്തിച്ചേരുക. പാലത്തിൽ 7.5 മീറ്റർ വീതിയാണ് വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന ഭാഗത്തിനുള്ളത്. ഇരുവശത്തും കാൽനട യാത്രക്കാർക്കുള്ള നടപ്പാതയുമുണ്ട്. പുതിയ പാലം വന്നതോടെ മിനി ബൈപ്പാസിൽ ഗോവിന്ദപുരം ഭാഗത്ത് നിന്ന് തളി കല്ലായി റോഡ്, റെയിൽവേ സ്റ്റേഷൻ, വലിയങ്ങാടി, സൗത്ത് ബീച്ച് ഭാഗത്തേക്ക് നേരിട്ടെത്തിച്ചേരാം. ന്യൂസ് 18 കോഴിക്കോട്. അരനൂറ്റാണ്ടിലേറെയായുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി കാസർഗോഡ് പയസ്വിനി പുഴയിൽ ചൊട്ടപ്പാലം യാഥാർത്ഥ്യമായി. ഉദുമ, ബേഴടുക്ക, മുളിയാർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം 18.5 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മിച്ചത്. മലയോര മേഖലയിൽ വികസന കുതിപ്പായി മാറുകയാണ് കിഫ്ബിയിലൂടെ നിർമ്മിച്ച ചൊട്ടപ്പാലം. പയസ്വിനി പുഴയിൽ ചൊട്ടപ്പാലം യാഥാർത്ഥ്യമായതോടെ അരനൂറ്റാണ്ടിലേറെയായി യാത്രാക്ലേശം അനുഭവിച്ച ഉദുമയിലെ ജനങ്ങൾ ആശ്വാസത്തിലാണ്. 55 വർഷമായി കടത്തുതോണിയിലൂടെ ആളുകളെ മറുകരയിലെത്തിച്ച പ്രദേശത്താണ് വികസന കുതിപ്പിനായി പാലനിർമ്മാണം പൂർത്തീകരിച്ചത്. മലയോര ഗ്രാമപഞ്ചായത്തുകളായ മുളയാറിനെയും ബേഡെടുക്കയും ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണത്തിനായി 2023 തുടക്കമിട്ടത്. 138 മീറ്റർ നീളത്തിലും ഫുട്പാത്ത് ഉൾപ്പെടെ 12 മീറ്റർ വീതിയിലുമാണ് ചൊട്ടപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. പാലത്തോട് ചേർന്ന് മുളിയാർ ഭാഗത്തേക്ക് 800 മീറ്ററിലും ബേഡെടുക്ക പ്രദേശത്തേക്ക് 1 കിലോമീറ്റർ ദൂരത്തിലും അപ്രോച്ച് റോഡ് നിർമ്മിച്ചു. ഇത് ബേഡെടുക്ക പഞ്ചായത്ത്, മുളിയാർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം കൂടിയാണ്. ഈ നാട്ടിലെ ഒട്ടനവധി ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു പാലം കൂടിയാണ് ഈ പാലം. കുണ്ടംകുഴി, ദൊഡ്ഡുവയൽ, ബത്തക്കുമ്പിരി, തോണിക്കടവ്, അതുപോലുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾക്ക്, ചൊട്ട എന്നുള്ള പ്രദേശങ്ങളിലൊക്കെയുള്ള ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു പാലം കൂടിയാണ് ഈ പാലം. കാഞ്ഞങ്ങാട് നിന്ന് പെരിയ വഴി മൂന്നാംകട വഴി കുണ്ടംകുഴിയിൽ എത്തിച്ചേർന്നാൽ ഇരിയണ്ണിയിലേക്ക്, ചൊട്ടയിൽ നിന്ന് ഇരിയണ്ണിയിലേക്ക് കയറി കർണാടകയിലേക്ക് മംഗലാപുരം, സുള്ളിയ, അതുപോലെ തന്നെ പുത്തൂരൊക്കെ പോകുന്ന വളരെ എളുപ്പമായ വഴി ആണ് ഈ വഴി. ഇതുവരെ മറുകര എത്താനായി ജനങ്ങൾ ആശ്രയിച്ചിരുന്നത് കടത്തുതോണിയായിരുന്നു. ചൊട്ടപ്പാലം കുണ്ടംകുഴിയിൽ നിന്ന് ഇരിയണ്ണിയിലേക്ക് പോകാനുള്ള നമ്മുടെ പയസ്വിനി പുഴയിലെ പാലമാണ്. കുറേ കാലമായി ആ പാലം വേണമെന്ന് ഇരുകരയിലുമുള്ള ജനങ്ങളുടെ ആവശ്യമാണ്. അതിനുവേണ്ടി ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി പൂർത്തീകരിച്ച് നേരത്തെ വെച്ചിരുന്നു. കിഫ്ബി ആ പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ 20 കോടി രൂപ അനുവദിക്കുകയും അതിൻ്റെ ഭരണാനുമതി, സാങ്കേതികാനുമതി ഒക്കെ നടന്നതിന് ശേഷം ടെൻഡർ വിളിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുകയുമാണ്. ഇപ്പോൾ പാലം പണി പൂർണ്ണമായും 100% പൂർത്തിയായിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. വാഹനങ്ങൾ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങി. ആ പാലം വന്നതോടുകൂടി ബേഡകം പഞ്ചായത്തിലെ ബേഡകം, കുണ്ടംകുഴി, ഭീമങ്കാന് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് മുളിയാർ പഞ്ചായത്തുമായി ബന്ധപ്പെടാൻ വളരെ എളുപ്പമായി. ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിലെ കുണ്ടംകുഴി, ചൊട്ട, ദുടുവയൽ, തോണിക്കടവ്, ബത്തക്കുമരി തുടങ്ങി മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ ഇരിയണ്ണി, മിന്നംകുളം, കുണിയേരി, ബേപ്പ്, പായം, ബോവിക്കാനം തുടങ്ങിയ പ്രദേശങ്ങളിലെ യാത്രക്കാർക്കും ചൊട്ടപ്പാലം ഉപകാരപ്രദമാകും. കൂടാതെ കർണാടകയിലെ മംഗളൂരു, സുള്ളിയ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള യാത്രയിൽ ബേഡെടുക്ക, കാഞ്ഞങ്ങാട് പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് 10 മുതൽ 17 കിലോമീറ്റർ ദൂരം കുറഞ്ഞും കിട്ടും. പാലത്തിലെത്തിയാൽ പയസ്വിനി പുഴയും ഗ്രാമഭംഗിയും കൈകോർത്ത മലയോര കാഴ്ചകളും യാത്രക്കാർക്കൊപ്പം ആസ്വദിക്കാം. ന്യൂസ് 18 കാസർഗോഡ്. ഹൃദയാഘാതം മൂലം മരിച്ച അനാഥനായ യുവാവിന്റെ ശവസംസ്കാരം നടത്തി വാർഡ് കൗൺസിലർ. രണ്ടാംകുറ്റി മാർക്കറ്റിലെ ജീവനക്കാരനായിരുന്ന സജിയുടെ അന്ത്യകർമ്മങ്ങളാണ് കൊല്ലം കോർപ്പറേഷൻ കോയിക്കൽ ഡിവിഷൻ കൗൺസിലർ AM റാഫിയുടെ നേതൃത്വത്തിൽ നടന്നത്. രണ്ടാംകുറ്റി സ്വദേശിയായ സജിയുടെ മാതാപിതാക്കൾ നേരത്തെ മരിച്ചുപോയിരുന്നു. രണ്ടാംകുറ്റി മാർക്കറ്റിൽ ജോലി ചെയ്ത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന സജി കഴിഞ്ഞ 13-ാം തീയതിയാണ് ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീണ് മരിച്ചത്. ശേഷം 7 ദിവസത്തോളം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം ഏറ്റെടുക്കാൻ ബന്ധുക്കളാരും എത്താതിരുന്നപ്പോഴാണ് കൗൺസിലർ റാഫി സംസ്കാരം നടത്താൻ തയ്യാറായത്. കവി വിനയചന്ദ്രന്റെ സ്മരണയ്ക്കായി സെന്റർ ഫോർ ആർട്സ് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് ഏർപ്പെടുത്തിയ വിനയചന്ദ്രിക കവിതാ പുരസ്കാരം KD ഷൈബു മുണ്ടക്കലിന്.
ഇടത് കഴിവിലെ കള്ളൻ എന്ന കവിതാ സമാഹാരത്തിലാണ് പുരസ്കാരം. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. പ്രശസ്ത നിരൂപകൻ KB പ്രസന്നകുമാർ ചെയർമാനും ഇന്ദിര അശോക്, പ്രദീപ് പനങ്ങാട് എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് അവാർഡ് തീരുമാനിച്ചത്. മാർച്ച് 2 പുരസ്കാരം സമ്മാനിക്കും. കൊല്ലം ചന്ദനത്തോപ്പ് ബൈത്തൂൾ ദുബൈയിൽ മുഹമ്മദ് ഷാൻ ഫസീല ദമ്പതികളുടെ മക്കളായ ഇബ്നു മുഹമ്മദിൻ്റെയും ഇൻവ മുഹമ്മദിൻ്റെയും ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. 1 വയസ്സ് തികഞ്ഞ ഇരുവർക്കും ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുകയാണ്. കന്യാകുമാരി ജില്ലയിലെ മേൽപ്പുറം അണ്ടുകോട് സ്വദേശികളായ ഷാജൻ വിബിത ദമ്പതികളുടെ മകൻ സയാൻ ഷാജന്റെ 8ാം ജന്മദിനമാണ് ഇന്ന്. ആശംസകൾ അറിയിച്ചുകൊണ്ട് അപ്പാപ്പൻ ഷാജി, അമ്മാമ കല, കൂട്ടുകാരായ നക്ഷത്ര, ഹൃതിക് എന്നിവരാണ്. നെയ്യാറ്റിൻകര കാരക്കോണം സ്വദേശികളായ സുരേഷ്, ഷീന ദമ്പതികളുടെ മകൻ അനിരുദ്ധിന്റെ 12ാം പിറന്നാളാണ് ഇന്ന്. ജന്മദിനാശംസകൾ അറിയിച്ചുകൊണ്ട് ചേട്ടൻ അഭിനവ്, കൂട്ടുകാരായ ആരോമൽ, ആദിത്യൻ, സമ്പത്ത്, സൗഭാഗ്യ, അഭിനന്ദ്, അക്ഷയ്, ആബേൽ, നന്ദു എന്നിവർ. കുട്ടനാട്ടുകാരൻ്റെ ഹ്രസ്വചിത്രത്തിന് അന്താരാഷ്ട്ര അംഗീകാരം. തലവടി കൊച്ചമ്പലം സ്വദേശി സനൽ സണ്ണി കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത അരളി എന്ന ചിത്രമാണ് ഹോങ്കോങ്ങിൽ നടന്ന ഏഷ്യ പസഫിക് മൈക്രോ ഫെസ്റ്റിൽ മികച്ച ചിത്രങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കുട്ടനാടിന്റെ മനോഹരമായ പശ്ചാത്തലം, കായലും കൊയ്ത്തുപാടങ്ങളും മത്സ്യബന്ധനവും താറാക്കൂട്ടവുമൊക്കെ കടന്നുപോകുന്ന കഥാപശ്ചാത്തലം, ഗ്രാമത്തിലെ ദരിദ്രരായ ഒരച്ഛൻ്റെയും മകൻ്റെയും ജീവിതകഥ, അവർ കടന്നുപോകുന്ന സങ്കീർണതകൾ, ജീവിതത്തിലെ പ്രതിസന്ധിയിലെ നിസ്സഹായാവസ്ഥയിൽ മകൻ്റെ മുന്നിൽ തെറ്റുകാരനാകുന്ന അച്ഛൻ, അവർ തമ്മിലുള്ള ആത്മബന്ധം, അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലൂടെ കടന്നുപോകുന്ന മനോഹര ചിത്രമാണ് അരളി. My heartfelt thanks for selected my film. Due to my current film work, I couldn't attend this event in person. I really wish you could be there with you all. The journey of making this film was not easy. For almost 3 years, I carried the script everywhere, searching for the right production support. Like a filmmaker, my dream was to bring the life and the emotion around us onto the screen. 16 രാജ്യങ്ങളിൽ നിന്നുള്ള 88 സിനിമകളാണ് ഏഷ്യ പസഫിക് മൈക്രോ ഫെസ്റ്റിവലിൽ മത്സരിച്ചത്. അതിൽ നിന്ന് തിരഞ്ഞെടുത്തത് 15 സിനിമകൾ. ഇതിലെ 3 ചിത്രങ്ങളാണ് മികച്ച സിനിമകളായി പ്രദർശിപ്പിച്ചത്. ഇന്തോനേഷ്യൻ സിനിമയായ ഫൊർഗിവ് മീ താങ്ക് യു, കംബോഡിയയിൽ നിന്നുള്ള മോഡൽ ഫാദർ എന്നിവയാണ് മറ്റ് സിനിമകൾ. ആകെയുള്ള സമ്പാദ്യമായിരുന്ന വീടും പറമ്പും പണയം വെച്ചാണ് സനൽ സണ്ണി തൻ്റെ സിനിമാ മോഹം യാഥാർത്ഥ്യമാക്കിയത്. ന്യൂസ് 18 ആലപ്പുഴ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.